ഇത് പൊന്നമ്പിളിയുടെ സ്കൂളിലത്തെ റെയിൻബോ ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ റെയിൻബോ ഡേ. അപ്പോൾ അവർക്ക് റെയിൻബോൻ്റെ കളർ ഡ്രസ്സ് ഇടണം, പിന്നെ ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പേപ്പർ ഫാനും ആയിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ പൊന്നമ്പിളിയുടെ വണ്ടി വന്നപ്പോൾ പൊന്നമ്പിളീനെ വണ്ടിയിൽ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ പോണ വഴിക്ക് ഒരു വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദശപുഷ്പത്തിൽ പെടുന്നതാണ് ശംഖുപുഷ്പം. അപ്പോൾ ഞാൻ ശംഖുപുഷ്പം മുടിയുമ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതേ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനുള്ള തുണി ഇട്ടു. പിന്നെ പൊന്നമ്പിളിയുടെ യൂണിഫോം മേട്ടൻ്റെ ഷർട്ടൊക്കെ ഞാൻ കല്ലുമേട്ട തിരുമ്പി ഇടാറുള്ളത്, വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. അപ്പോൾ അത് ഞാൻ ആദ്യം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കും, സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴുകിയിടാറുള്ളൂ. അപ്പോൾ ആ മുക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടേബിൾ തുടയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ടേബിൾ തുടച്ചു വിട്ടു. അപ്പോൾ ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മേലത്തെ കോണി റൂമിൻ്റെ അടുത്ത് ജനാല തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയി ജനാല തുറന്നിട്ടു. അപ്പോൾ ജനാല തുറക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൻ്റെ കവർ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുത്തു കൊടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഒരു കോംബോ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു ഇതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിൽ പോക്കറ്റ് ഉണ്ട്, പിന്നെ ഉള്ളിൽ വിരിക്കാനുള്ള 3 ഷീറ്റ്, പിന്നെ നമ്മളെ പിടിക്കണ ഹാൻഡിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ ഇടണത്. അങ്ങനെ ആയിട്ടൊരു കോംബോ ആയിട്ടായിരുന്നു. 100 സംതിങ് ആയിരുന്നു കേട്ടോ വില. പക്ഷെ നല്ല സാധനം കേട്ടോ, നല്ല പ്രൊഡക്റ്റ്, ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കറികൾ വെച്ചതൊക്കെ ഞാൻ വേഗം വേറെ പാത്രത്തിൽ പകർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുക്കള മൊത്തത്തിലൊന്ന് തുടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനലിൻ്റെ അവിടെയൊക്കെ തുടച്ചു. ജനലിൻ്റെ അവിടെ തുടക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ മണി പ്ലാന്റ് അതായത് എന്ന് നനച്ചു കൊടുക്കാറുണ്ട്. അത് നനയ്ക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ബോട്ടിൽ ഞാൻ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം കളയാറുണ്ട്. എന്നിട്ട് കുപ്പി വീണ്ടും വെള്ളം നിറച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കും. അത് കഴിയുമ്പോൾ പിന്നെ അത് കുപ്പി മൊത്തത്തിലൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് വെക്കാറുള്ളതായി. കാരണം അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ ആയി കഴിഞ്ഞ് വീണ്ടും ഞാൻ തുടയ്ക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് അടുക്കള മൊത്തത്തിലൊന്ന് തുടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. മേലെയുള്ള 2 കബോർഡും തുടച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ലാബ് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലത്തെ ടൈലുകൾ തുടച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കളയിൽ പെട്ടെന്ന് സമയം അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് വെച്ചു. ഈ ക്ലോക്ക് എൻ്റെ മാരേജിന് എൻ്റെ ഫ്രണ്ട് തന്നതായിരുന്നു. റിയാന്ന് പറഞ്ഞൊരു ഫ്രണ്ട് തന്നതായിരുന്നു. ക്ലോക്ക് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലോക്ക് അവിടെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിയിലുള്ള കബോർഡിൻ്റെ ഡോറുകൾ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഡോറുകൾ ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ ഡോറുകൾ. അപ്പോൾ എന്നും തുടച്ചു വിടുകയാണെങ്കിൽ പൊടി ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് അടുക്കള വൃത്തിയായി കിടക്കുകയും ചെയ്യും. അത് കാരണം എന്നും തുടച്ചു വിടാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കൈയോടെ ഞാൻ സിങ്ക് കഴുകിയിട്ടുണ്ടായിരുന്നു. സിങ്ക് കഴുകാനായിട്ട് ഉജാലയും പൊടിയുപ്പും ആട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അടുക്കളയിൽ അതായത് എണ്ണയും ഉപ്പും വെക്കുന്നത് നമ്മൾ പാചകം ചെയ്യണതിൻ്റെ കുക്ക് ചെയ്യണതിൻ്റെ വലത് വശത്തായിട്ട് വെക്കണം എന്നാട്ടോ വാസ്തുശാസ്ത്രപ്രകാരം പറയാറുള്ളത്. അത് കഴിയുമ്പോൾ പിന്നെ പാത്രം കഴുകിയിട്ടാണ്